നയം ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇവിടെ മഹാനായ അൽ ഇമാം തുബരി തങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ അർസല നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിജമീഇൽ ആലമി മുഅ്മിനിഹിം വകാഫിരിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അയച്ചത് ലോകം മുഴുവനും കാരുണ്യമായിട്ടാണ്. മുഅ്മിനിഹിം വകാഫിരിഹിം, ലോകത്ത് വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത്. കാരുണ്യം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നബിയെ മറ്റു തരത്തിൽ ആളുകൾ, ചില വിമർശകരൊക്കെ നബിയെ പ്രദർശിപ്പിക്കാനും പരിചയപ്പെടുത്താനും ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്കും അവിടുത്തെ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നബിതങ്ങൾ കാരുണ്യം മാത്രം ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടുന്ന് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പേരുകൾ, അവിടുന്ന് പല പേരുകളും അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന പേരുണ്ട്, എനിക്ക് ഇന്ന പേരുണ്ട്. സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയും. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസമ്മി ലനാ നഫ്സഹു അസ്മാഅ. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് ചില പേരുകൾ, നബിതങ്ങൾക്ക് ചില പേരുകളുള്ളതായി പറഞ്ഞു തരാറുണ്ട്. അവിടുത്തെ സ്വന്തത്തിന് ചില പേരുകൾ നബി തന്നെ പരിചയപ്പെടുത്തി തരാറുണ്ട്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദ്, ഞാൻ അഹ്മദാണ്. ഞാൻ ഹാസിറാണ്. വ നബിയു തൗബ, തൗബയുടെ നബിയാണ്. വ നബിയു റഹ്മ, കാരുണ്യത്തിന്റെ നബിയാണ്. പാശ്ചാത്താപത്തിന്റെ നബിയാണ്. അതുപോലെ കാരുണ്യത്തിന്റെ നബിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ തൗബയുടെ, പാശ്ചാത്താപത്തിന്റെ, എങ്ങനെ പാശ്ചാത്തപിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച, ജനങ്ങൾക്ക് പാശ്ചാത്തപിക്കാനുള്ള വഴികൾ കാണിച്ച, അതുപോലെ ജനങ്ങൾക്ക് പാശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന, അതാണല്ലോ വലു അന്നഹും യുദ്ലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, വലു അന്നഹും യുദ്ലമു അൻഫുസഹും ജാഊക, അവർ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്തുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വന്നാൽ, എന്നിട്ട് വസ്തഗ്ഫറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി റസൂലും പൊറുക്കലിനെ ചോദിച്ചു, ലവജദുല്ലാഹ തവ്വാബുർ റഹീമ, അല്ലാഹുവിനെ അവർക്ക് തവ്വാബായിട്ട്, തൗബ സ്വീകരിച്ചവനായിട്ട്, കാരുണ്യം ചെയ്തവനായിട്ട് എത്തിക്കാൻ കഴിയും. ഈ ആയത്ത് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്, വലു അന്നഹും യദ്ലമു അൻഫുസഹും, അവർ സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്താൽ, അവർ സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്താൽ, യുദ്ലമു അൻഫുസഹും, അവരുടെ ശരീരങ്ങളോട് അവർ അക്രമം കാണിച്ചാൽ, ജാഊക, അങ്ങയുടെ അടുക്കലേക്ക് അവർ വരും, വസ്തഗ്ഫറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കും, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് റസൂലും പൊറുക്കലിനെ ചോദിക്കും. നിങ്ങൾ നോക്കൂ, പാപം ചെയ്ത മുഅ്മിനീങ്ങൾ, അല്ലാഹു പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. തെറ്റ് ചെയ്ത ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വലു അന്നഹും യുദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ, അങ്ങയുടെ അടുക്കൽ വന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. എന്നിട്ടോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. അപ്പോ ആ ഒരു തൗബ ചെയ്യുന്നതിന്റെ പ്രക്രിയ അല്ലാഹു തആല പഠിപ്പിച്ചു നോക്കൂ. തെറ്റ് ചെയ്ത ആൾക്കാർ അങ്ങയുടെ അടുക്കലേക്ക് വരിക,
തെറ്റ് ചെയ്തൊരു അള്ളാന്റെ അടുത്ത് പള്ളിയിലേക്ക് പോകുന്നു, തൗബ ചെയ്യാനുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയും പോലെ അങ്ങയുടെ അടുക്കലേക്ക് നബിയെ താങ്കളുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അവർക്ക് വേണ്ടി അള്ളാഹു പൊറുക്കലിനെ ചോദിക്കുക, റസൂലും പൊറുക്കലിനെ ചോദിക്കുന്നു. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തെറ്റ് ചെയ്ത ആളുകൾ ചെല്ലുക എന്നത്, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക, പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളത്, അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അവർക്ക് തവ്വാബായിട്ടും റഹീമായിട്ടും എത്തിക്കാൻ കഴിയും. അതാണല്ലോ നമ്മൾ മൗലിദിൽ പറയുന്നത്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. വിശുദ്ധ ഖുർആനിന്റെ അതേ ആശയമല്ലേ, ഇർതകബ്തു അലൽ ഖതാ, പടച്ചവനെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി. ഇർതകബ്തു അലൽ ഖതാ, ഞാൻ പാപങ്ങൾ ചെയ്തു. ഗൈറ ഹസിൻ വഅദദ്, എണ്ണമില്ലാതെ കൃത്യമാക്കാൻ കഴിയാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയി. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിയെ അങ്ങയോട് ഞാൻ പരാതിപ്പെടുന്നു. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്, ഓരോ അന്നഹും യുളമു അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളോട് തെറ്റ് ചെയ്യുമ്പോൾ ജാഊക, അങ്ങയുടെ അടുക്കൽ വരുന്നു, പരാതിപ്പെട്ടിട്ടല്ലേ വന്നത്. അതല്ലേ ഖുർആൻ പറയുന്നത്, തെറ്റ് ചെയ്തിട്ട് അങ്ങയുടെ അടുക്കലേക്ക് വരിക എന്നാണ് എന്താ അർത്ഥം? ആ തെറ്റ് പൊറുക്കലിനെ തേടാൻ വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കാൻ അങ്ങ് ഇടപെടണമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് തന്നെയാണ് നബിയെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങയോട് ഞാൻ പരാതിപ്പെടുന്നു. എന്താ പരാതിപ്പെടുന്നത്? അങ്ങ് എനിക്ക് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തു തരണം. കാരണം റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് അള്ളാഹു നമുക്ക് ഒരു റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇടയിലാക്കുന്നു. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ നബി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ പേര് പരിചയപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ കുറിച്ച് ധാരാളം നമുക്കിനി കാണാൻ കഴിയും. ഒരിക്കൽ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ മുസ്ലിക്കീങ്ങൾക്കെതിരായിട്ട് അങ്ങനെ ദ്വാരക്കാൻ വളരെ ബുദ്ധിമുട്ട്, യാതൊരു സഹിക്കാൻ കഴിയുന്നില്ല. മുസ്ലിക്കീങ്ങളുടെ പീഡനവും അക്രമവും സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നിലക്കും സഹിക്കാൻ കഴിയാതെ ആയപ്പോ മുസ്ലിക്കീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്കെതിരെ ഒന്ന് ദ്വാരന്ന് തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പീഡിത സമൂഹം ആവശ്യപ്പെടുകയാണ്. ഈ പീഡിത സമൂഹം നബിയോട് ആവശ്യപ്പെടുകയാണ്, മുസ്ലിക്കീങ്ങൾക്കെതിരെ ഒന്നാണ് പ്രാർത്ഥിച്ചു തരണം, എന്നിട്ടെങ്കിലും ഇവരുടെ നാശത്ത് നിന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം 2599 ഹദീസായിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയും. ഞാൻ ഒരു ശാപം ചൊരിയുന്ന പ്രവാചകനായിട്ട് അയക്കപ്പെട്ടില്ല, ഞാൻ ശാപം ചൊരിയുന്നവനായിട്ട് അയക്കപ്പെട്ട ആളല്ല. ഞാൻ കാരുണ്യമായി അയക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ശത്രുവിനെതിരെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അങ്ങനെ ആവശ്യപ്പെട്ട് എന്റെ അടുക്കൽ നിങ്ങൾ വരരുത്. കാരണം അവർക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുക എന്നത് അല്ല എന്റെ രീതി. ഞാൻ റഹ്മത്തിന്റെ പ്രവാചകനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം എന്നത്. മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും ജീവികളോടും ആ മറ്റ് ജീവേതര വസ്തുക്കളോടും എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയോട് നബിതങ്ങൾ കാരുണ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നദികളോടും പുഴകളോടും അരുവികളോടും കാരുണ്യം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു അരുവിയോട് നാം കാരുണ്യം കാണിക്കണം, അതിനോട് നമ്മൾ നീതി പുലർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചെറുതായി ഒഴുകുന്ന അരുവികളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ പ്രകൃതിയെ എല്ലാം അതിന്റെ വൃത്തിയിലും അതേപോലെ
എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് നിലനിൽക്കാനുള്ള എല്ലാവിധ കാരുണ്യത്തിന്റെ വചനങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, നാം ആദം സന്തതികളെ മുഴുവൻ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, നാം അവരെ സമുദ്രത്തിലും കരയിലും അവർക്ക് നാം സഞ്ചാരം ഒരുക്കി കൊടുത്തു, സഞ്ചാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അല്ലാഹു പറയുകയാണ്, നാം മനുഷ്യ സമൂഹത്തെ ആദരിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെയും കരയിലൂടെയും സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ നാം അവർക്ക് ചെയ്തു കൊടുത്തു. നാം അവരെ കരയിലൂടെ സഞ്ചരിപ്പിച്ചു, നാം അവരെ കടലിലൂടെ സഞ്ചരിപ്പിച്ചു. എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചതിന്റെ രൂപം പറയുകയാണ്. വറസഖ്നാഹും മിനത് തയ്യിബാത്, നാം അവർക്ക് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും മെച്ചമുള്ള ഉത്തമ ആഹാരം നാം അവർക്ക് നൽകി. വഫളൽനാഹും അലാ കസീരി മിമ്മൻ ഖലഖനാ തഫ്ദീലാ, വഫളൽനാഹും, നാം മനുഷ്യകുലത്തിന് മഹത്വം കൊടുത്തു. അലാ കസീരി മിമ്മൻ ഖലഖനാ, നമ്മൾ സൃഷ്ടിച്ച മറ്റ് ഒരുപാട് ജീവികളെക്കാൾ നാം മനുഷ്യന് മഹത്വം കൊടുത്തു. തഫ്ദീല, വലിയ മഹത്വം കൊടുത്തു. അപ്പൊ മനുഷ്യന് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ മഹത്വമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിന് മുഴുവൻ വകവെച്ച് കൊടുത്തിട്ടുള്ളത്. അത് അതിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു ജീവിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് നജസായി പോകുമെന്നാണ്. ചത്തുപോയാൽ നജസാണ്. ഒരു ജീവി ചത്താൽ, ഏത് ജീവികളും ചത്താൽ അത് നജസാണ്. നമുക്കറിയാം, ഏത് ജീവികൾ ചത്താലും നജസാണ്. പശു ചത്തുപോയാൽ നജസാണ്, കോഴി ചത്തുപോയാൽ നജസാണ്. എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പിന്നീട് കഴിക്കാൻ പാടില്ല. അത് നമ്മൾ ഈർപ്പമുള്ള കൈകൊണ്ട് അതിനെ നമ്മൾ തൊട്ടാൽ നാം അത് കഴുകേണ്ടി വരും. ഒരു കോഴി ചത്തു, അപ്പൊ ആ കോഴിന്റെ കാല്, ഉണങ്ങിയ കാല് ചത്തിങ്ങനെ കിടക്കുകയാണ്. തലേ ദിവസം രാത്രി കൂട്ടിൽ ചത്തുപോയതാണ്. കോഴിയുടെ ഉണങ്ങിയ കാല് അല്ലെങ്കിൽ അതിന്റെ ചിറക് നമ്മുടെ ഉണങ്ങിയ കൈ കൊണ്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് അത് നമ്മൾ എവിടെയെങ്കിലും കുഴിച്ചിട്ടു, എന്നാൽ നമ്മളെ കൈ നജസാവുകയില്ല. നമ്മുടെ കൈ നജസാവുകയില്ല. നജസിനെയാണ് തൊട്ടത്. പക്ഷെ നജസ് ഇങ്ങോട്ട് പകരണമെങ്കിൽ ഒന്നുകിൽ ആ നജസിൽ ഈർപ്പം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈർപ്പം ഉണ്ടാകണം. അങ്ങനെയാണ് മസാല. അപ്പോ അത് പശുവാണെങ്കിലും കുറുക്കനാണെങ്കിലും നായയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നജസ് പുരളണമെങ്കിൽ ഒന്നുകിൽ ആ നജസിന്റെ ശരീരത്തിൽ ഈർപ്പം ഉണ്ടാകണം, അല്ലെ നമ്മുടെ തൊടുന്ന ഭാഗത്ത് ഈർപ്പം ഉണ്ടാകണം. ഉണങ്ങിയ കൈകൊണ്ട് ഉണങ്ങിയ നായെ, ജീവനുള്ള നായയായാലും ജീവനില്ലാത്ത നായയായാലും തൊട്ട് കഴിഞ്ഞാൽ നജസ് ഇങ്ങോട്ട് പകരുകയില്ല, നജസാവുകയില്ല തൊട്ട സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ജീവി ചത്താൽ അത് നജസാണ്. പിന്നീട് നമുക്കത് കഴിക്കാൻ പറ്റില്ല. അത് നജസിന്റെ കൂട്ടത്തിലാണ് പെടുക. നേരത്തെ അറുത്താൽ കഴിക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിലും ചത്താൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. മത്സ്യം, വെട്ടുകിളി അതിൽ നിന്ന് ഒഴിവാണ്. മത്സ്യവും വെട്ടുകിളിയും ഒഴികെ എന്ത് സാധനമാണെങ്കിലും ചത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കഴിക്കാൻ പറ്റുന്ന വസ്തുവും കഴിക്കാൻ പറ്റില്ല. എന്നാൽ അതിൽപ്പെട്ട ഒന്നാണ് മത്സ്യത്തിന്റെയും വെട്ടുകിളിയുടെയും കൂടെ ചത്തു കഴിഞ്ഞാൽ നജസാവുകയില്ല എന്ന് വെച്ച ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ മരണപ്പെട്ടാൽ ശരീരം നജസല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിലേക്ക് കയറ്റുന്നത്. മരിച്ചുപോയ മയ്യത്തിനെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പം അത് ഫുഖഹാ നമുക്ക് പറഞ്ഞ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ
അത് നജസാവുകയില്ലെന്ന് അവര് തെളിവ് പിടിച്ചത് ഈ ആയത്ത് വെച്ചാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോൾ ആദരിക്കുക എന്നതിന്റെ ഭാഗമാണ് അവരുടെ ശരീരം നജസാകാതിരിക്കുക എന്നുള്ളത്. അതുപോലെ ശരീരം എന്തല്ല, അത് ജീവൻ ഉണ്ടായാലും ജീവൻ ഇല്ലെങ്കിലും അവരുടെ ശരീരം നജസ് അല്ല. അപ്പോ ഫുഖഹാക്കൾ ഈ ആയത്ത് വെച്ച് മനുഷ്യന്റെ ജീവിതകാലത്ത് മാത്രമല്ല അവരുടെ മരണശേഷവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ മഹത്വം അവർക്ക് കൊടുത്തു. അപ്പോ മരിച്ചതിന് ശേഷം എല്ലാ മഹത്വവും പോയി പോകും എന്ന് പറയുന്നത് ശരിയല്ല. ഒരാൾക്ക് മഹത്വം ഉണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം പിന്നെല്ലാം കെട്ടടങ്ങി എന്ന് പറയുന്നത് ശരിയല്ല. മരിച്ചാലും മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന സമയത്തും എല്ലാം തന്നെ ഉള്ള മഹത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ എല്ലാ വിഭാഗം മനുഷ്യർക്കും സൃഷ്ടികൾക്കും എല്ലാ വിഭാഗം വസ്തുക്കളോടും അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം ചെയ്തതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് നോക്കൂ, ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ 13-ാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് പടച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മനുഷ്യോൽപത്തിയെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി പറയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ ഒരിക്കലും ഒരു കുരങ്ങിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളതാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇസ്ലാം വിശ്വസിക്കുന്നില്ല. ഇസ്ലാം അതിന്റെ കൃത്യമായ രൂപം പറയുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. യാ അയ്യുഹന്നാസ്, പരിണാമ സിദ്ധാന്തം അത് ഒരു ജീവിയിൽ നിന്ന് മാറി വന്നാണ്, എന്നിട്ട് ഇങ്ങനെ മാറി വന്നതാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തത്തോട് നമ്മൾ യോജിക്കുന്നില്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, ഒരുപാട് ഗോത്രങ്ങളും ഒരുപാട് വിഭാഗങ്ങളുമായി നമ്മുടെ സമൂഹങ്ങളുമായി നാം നിങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. ഒറ്റ ഉമ്മയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും മകനാണ്, ഒറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് മനുഷ്യരെങ്കിലും അല്ലാഹു തആല ഒരുപാട് ഗോത്രങ്ങളായി ഈ മനുഷ്യ സമൂഹത്തെ വിഭജിച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ തആറഫു, നിങ്ങൾക്ക് തമ്മിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എങ്ങനെ ആക്കിയത്. നമുക്കറിയാം, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ, ദുബൈയിൽ പോയാൽ, അവിടെ എല്ലാ വിഭാഗം ഏകദേശം ജനങ്ങളെയും നമുക്ക് കാണാം, എല്ലാ രാജ്യത്തുള്ള ജനങ്ങളെയും കാണാം. മക്കയിൽ പോയാൽ എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ ഹജ്ജ് ചെയ്യുന്നതായിട്ട് എല്ലാ നാട്ടുകാരും വരുന്നതായിട്ട് കാണാം. നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ അവരോട് പേര് ചോദിക്കാതെ തന്നെ ഏകദേശം നമുക്ക് ഏത് നാട്ടുകാരാണ് ഏകദേശം വേറെ ബസ്, ഇറാഖികൾക്ക് വേറെ ബസ്, ഇന്ത്യക്കാർക്ക് വേറെ ബസ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവർക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലായി. അവരുടെ നാട്ടുകാരില്ലാത്തവർ കയറുമ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്തൊരു സുഖമുണ്ട്. ആ മുഖം കാണുമ്പോൾ തന്നെ ഇത് ഞങ്ങളെ രാജ്യക്കാരല്ല എന്ന് തിരിച്ചറിയുമ്പോ വലിയ എളുപ്പങ്ങളുണ്ട് ലോകത്ത് ജീവിക്കാൻ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗ്ലോബലൈസേഷൻ നടന്ന ഇന്നത്തെ കാലത്ത്, ഇന്ന് ഭൂമി മുഴുവൻ ഒരു ചെറിയ ഒരു ഉരുണ്ട, എല്ലാം ഒന്നായി നിൽക്കുന്ന, പഴയ കാലത്തൊക്കെ സംസ്കാരങ്ങൾ, ഭാഷകൾ, ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഓരോ നാട്ടിൽ ചെന്ന വേറെ വേറെ ആയിരുന്നു. ഇന്നിപ്പോ എല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ, ഇപ്പൊ നമ്മൾ നോക്ക്, നമ്മളെ അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് ഫുഡ്, മറ്റേ ഫുഡ്, എല്ലാ ഫുഡും പരസ്പരം കൈമാറ്റം ചെയ്തു. നമ്മളെ നാട്ടിൽ തന്നെ മലപ്പുറത്തുള്ളതും കാസർഗോഡുള്ളതും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഭക്ഷണം മാറ്റണ്ടായിരുന്നു.
ഇന്നിപ്പോ നമ്മളെ കൊറോണ വന്ന് യൂട്യൂബും കൂടി വന്നപ്പോ മൊത്തത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാല് എല്ലാവരും ഭക്ഷണത്തിന്റെ സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ കൈമാറ്റം ചെയ്ത് എല്ലാവരും ഇപ്പൊ ഏകദേശം ഒന്നിലേക്ക് വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ രൂപങ്ങൾ തന്നിട്ടുള്ളത്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെല്ലാം ഒരു ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെയാണെങ്കിലും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവർ, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിച്ച് ആരാധിച്ച് സൂക്ഷിക്കുന്നവരാണ്, അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നവരാണ് നിങ്ങൾ ഏറ്റവും ആദരവുള്ളവരെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതി, ഇതാണ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ധാരാളം സൂറത്തുൽ നിസായിൽ 135-ാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖലഖകും മിൻ അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്നാണ് നിങ്ങളെ പടച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് പടച്ചത്. ഇപ്പൊ പറയുന്നു ഒറ്റ ശരീരത്തിൽ നിന്നാണ്. അത് നേരത്തെ പറഞ്ഞതിനോട് എതിരല്ല. ഇത് നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണമാണ്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആണ് ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്ത് അല്ലാഹു തആല ഹവ്വ ബീവി റളിയല്ലാഹു അൻഹക്ക് ജീവൻ നൽകി സൃഷ്ടിച്ചു. അപ്പോൾ ഒരു നിലക്ക് പറയുമ്പോൾ എന്നിട്ട് അതിൽ നിന്നാണ് മനുഷ്യ സന്തതികൾ വരുന്നത്. അപ്പൊ ആ നിലക്ക് ആണിൽ നിന്നും പെണ്ണൊന്നുമാണ് മനുഷ്യ ശരീരം മൊത്തം ഉണ്ടായതെന്ന് പറയാം. ഇനി മറ്റൊരു നിലക്ക് ഒറ്റ ശരീരം ആദമിൽ നിന്നാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നും വേണമെങ്കിൽ പറയാം. അതാണ് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. അത് ഖുർആൻ വിശദീകരിക്കാം. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. ഒരു ശരീരത്തിൽ ക്ലോണിംഗ് ഒക്കെ പുരോഗമിക്കുന്ന കാലമല്ലേ, ക്ലോണിംഗ്. ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഘടകം ഭാഗത്തെ എടുത്തെടുത്ത് അതിൽ നിന്ന് അതുപോലെയുള്ള ജീവിയെ ഉത്പാദിപ്പിക്കുന്ന, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്ന കാലം. നമ്മൾ കപ്പത്തണ്ടം നോക്കുമ്പോൾ കപ്പത്തണ്ട എങ്ങനെയാണ്, വിത്തല്ലല്ല, അതിനൊന്നൊരു തണ്ട് മുറിച്ചിട്ട് വെക്കലാണല്ലോ. അപ്പം വേറെ കപ്പ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മള് ഒരുപാട് മരങ്ങളില്ലേ, നമ്മള് ഉള്ള ഈ ചെടികളൊക്കെ അതിനൊന്നൊരു കൊമ്പ് കൊത്തിയിട്ട് വെച്ചാൽ വേറൊരു ചെടി ഉണ്ടാവും. വിത്തല്ല, കുരുവല്ല, പിന്നെ ആ ശരീരം തന്നെ എടുത്തിട്ട് മറ്റൊരു ശരീരം. തെങ്ങനെ പറ്റില്ല, തെങ്ങിന്റെ കുറിച്ചിട്ടാൽ വേറൊന്നും ഉണ്ടാവില്ല, അതുണ്ടാവില്ല. ഉള്ളതൊക്കെ നശിച്ചു പറയാം. കവുങ്ങ് അങ്ങനെ ഉണ്ടാവില്ല. പ്ലാവ് സാധാരണ കാണില്ല, അള്ളാഹു വേണം. പിന്നെ അതേ സ്ഥാനത്ത് നമ്മള് കപ്പയും അതുപോലെ നമ്മള് ചില സാധനങ്ങളൊക്കെ അങ്ങനെ അതിൽ നിന്നും കൊമ്പെടുത്ത് വെച്ച് നമുക്കുണ്ടാവും. അതുപോലെ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം എടുത്തുകൊണ്ടാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്. അതാണ് വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അങ്ങനെ ഇവർ രണ്ടാളിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീ സമൂഹത്തെയും നാം ലോകത്ത് മുഴുവൻ പരത്തി. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ എന്നുള്ളത് അല്ലാഹു തആല ഒറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച വിഭാഗമാണ്. അവർക്ക് ശാരീരികമായി ഒരു പ്രത്യേക മഹത്വങ്ങളില്ല. പിന്നെയോ തഖ്വ കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ നിലയിൽ ആത്മീയമായ രംഗത്ത് അവർക്ക് മഹത്വമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച ഈ ആശയം എങ്ങനെയാണ്, നിബിധങ്ങളുടെ കാരുണ്യം എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാവർക്കും തുല്യമായ പദവി കൊടുത്ത് തഖ്വയുള്ള ആളുകൾക്കാണ് മഹത്വമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ ആ തഖ്വയുള്ള സമൂഹത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലം പ്രയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ബലം പ്രയോഗിച്ചിട്ടില്ല. ഈ ദീന്, ഈ ആശയം, ഈ മതം പ്രചരിപ്പിക്കുന്നതിൽ ഒരിക്കലും തന്നെ ബലം പ്രയോഗിച്ചിട്ടേ ഇല്ല.
അത് ജനങ്ങൾ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ പറയുകയോ അല്ലെങ്കിൽ അറിയാത്തതിന്റെ പേരിൽ അവർ തെറ്റിദ്ധരിച്ച് പറയുകയോ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 256-ാമത്തെ വചനം പറയുന്നത് കാണാം, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ നിർബന്ധിക്കലേ ബലപ്രയോഗമേ ഇല്ല. ദീനിൽ ബലപ്രയോഗമേ ഇല്ല. കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. കാരണം ശരിയായ വഴിയും വഴികെട്ട മാർഗവും അത് രണ്ടും വളരെ വ്യക്തമാണ്. പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ശരിയായ വഴിയും തെറ്റായ വഴിയും അത് വളരെ വ്യക്തമാണ്. ആ വ്യക്തമായ സ്ഥിതിക്ക് നിർബന്ധിക്കേണ്ടതില്ല. ആളുകൾ സ്വമേധയാ വരണം. ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഇസ്ലാമിലേക്ക് ഒരിക്കലും തന്നെ നിർബന്ധിച്ചിട്ടൊന്നും ആളെ കൊണ്ടുവരാൻ കഴിയില്ല. ഇസ്ലാം എന്നുള്ള വിശ്വാസം ഒരു മെമ്പർഷിപ്പ് എടുക്കലല്ല. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രേഖകളിൽ നമ്മുടെ കാസ്റ്റും നമ്മുടെ മതവും ഇന്നതാണ് എഴുതി വെച്ചാൽ ഈ മതത്തിന്റെ ആളാവില്ല. നമ്മൾ കാനാശി വരി എടുക്കുന്ന സമയത്ത് ആ രേഖകളിലുള്ള ഇസ്ലാം മാപ്പിള, നമ്മളെ പറ്റിയുള്ള അങ്ങനെയുണ്ട ഇസ്ലാം മാപ്പിള എന്നുള്ള ആൾക്കാർ മുഴുവൻ മുസ്ലിമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മുസ്ലിം ആകണമെങ്കിൽ അത് നമ്മളെ ഗവൺമെന്റിന്റെ കണക്കിലാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ വിശ്വാസമാണ്. ഉള്ളിൽ ഉറച്ച് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് എന്നവരോ മുസ്ലിമാവും. എന്നിട്ടത് പ്രഖ്യാപിക്കണം. ഉള്ളിലുള്ളത് പ്രഖ്യാപിക്കണം. ഉള്ളിലില്ലാതെ വായ കൊണ്ട് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുകയില്ല. ഒരാൾ വെറുതെ ഒരാളെ പേടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, എന്നാൽ മുസ്ലിം ആവില്ല. ഒരു സൈന്യം വന്ന് മുസ്ലിം സൈന്യം ഒരു മറ്റൊരു രാജ്യത്തേക്ക് കടന്നിട്ട് നിങ്ങളെല്ലാവരെയും ശരിയാക്കി കളയും, നിങ്ങളെല്ലാവരും ഷഹാദത്ത് കലിമ ചെല്ലണം, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണം, വിശ്വസിക്കണം. അപ്പൊ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം പേടിച്ചിട്ട് ഒരു മുസ്ലിം ആവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർബന്ധിക്കൽ ഒരിക്കലും തന്നെ ഒരു സൈന്യത്തിനോ അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രത്തിനോ നടത്താൻ സാധിക്കുകയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. മനസ്സ് കൊണ്ടുള്ള വിശ്വാസമാണ് ഇസ്ലാം എന്നത്. മനസ്സിൽ നിന്ന് ഒരാൾ ഇസ്ലാമിന്റെ വിശ്വാസം നീക്കിയോ അവൻ ഇസ്ലാമിന്റെ പുറത്തു പോയി. ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു വരാനും ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ ആരുടെയും ഒരു ഷീട്ട് ആവശ്യമില്ല. അതാണ് ഇസ്ലാം. അത്ര എളുപ്പമാണ്, അത്ര വിശാലമാണ് ഇസ്ലാം. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം, ആരുടെയും സമ്മതം ആരും കൊണ്ടുവരുന്നു വേണ്ട. അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലിയാൽ അയാൾ മുസ്ലിമാണ്. ഒരാൾക്ക് ഇതിൽ നിന്ന് പോകണമെന്ന് തോന്നി, എന്നാല് ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പോയി പറയേണ്ട ആവശ്യമില്ല, ഇങ്ങ് പോകണം. ഇയാളെ പോകണമെന്ന് തോന്നുന്നപ്പോ തന്നെ എനിക്ക് പോകണം എന്ന് ഒരാൾക്ക് തോന്നി, അതിനാൾ പോയി, ഇനി വേറെ പോകുന്നില്ല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഒരാൾക്ക് പോകണം. ഞാൻ ഇസ്ലാമിന്റെ നബിത്തങ്ങൾ സല്ലല്ലാഹു കൊണ്ടുവന്ന ഒരു ആശയത്തിനോടൊരു അവമതിപ്പ് തോന്നി നോക്കിക്കോ, അന്നേരം തന്നെ പോയി. അത് പോയി കഴിഞ്ഞു, ഇനി വേറെ സംശയിക്കുമ്പോ തന്നെ പോയി. അത്രയാണ് ഇസ്ലാം. അങ്ങനെ ഒരു ഇവിടെ അങ്ങനെ. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നുള്ളത്, അള്ളാഹുവിനെ അങ്ങനെ എല്ലാവരും ആരാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു സംഗതി കൂടുന്നില്ല. വോട്ട് കൂടി കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ ശക്തി ഉണ്ടാകുന്ന പോലെ അങ്ങനെ ഒന്നിൽ അള്ളാഹുവിനില്ല. എല്ലാവരും വിശ്വസിച്ചാലും ഇനി ആരും വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹുവിനോടൊന്നും വരാൻ പോകുന്നില്ല. അള്ളാഹു സർവശക്തനാണ്. അപ്പൊ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധിക്കലേ ഇല്ല. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. സൂറത്ത് യൂനുസിൽ 99-ാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയും. വലൗ ശാഅ റബ്ബുക, അല്ലാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. അള്ളാഹ് ഒരാളെ പിടിച്ച് നിർബന്ധിച്ചിട്ട് വിശ്വാസിയും അവിശ്വാസിയുമാക്കിയതല്ല. പിന്നെ അവർ സ്വമേധയാ
അള്ളാഹു അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു, അവർ തെരഞ്ഞെടുത്തു. അതാണ് വിശ്വാസം. ഇവിടെ ഭക്ഷണം വെച്ചു, നാസ്ത കൊണ്ടുവച്ചു. എല്ലാ ആൾക്കാരുടെയും കയ്യിൽ പ്ലേറ്റ് കൊടുത്തിട്ട് പൊറാട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, വെള്ളപ്പമുണ്ട്, നൂൽപുട്ടുണ്ട്. ആവശ്യമുള്ള ഇങ്ങനെ എടുത്തോളി. ഓരോരുത്തർ നൂൽപുട്ടെടുത്ത്, ഓരോരുത്തർ വെള്ളപ്പെടുത്ത്, വേറെ ആള് ചപ്പാത്തി എടുത്ത്, വേറെ ആള് പൊറാട്ട എടുത്ത്, 4 എടുത്ത്. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം തന്നതാണ്. ഈ പൊറാട്ട എടുക്കുമ്പോഴും അതിനുള്ള ശക്തി കൊടുത്തത് ആരെന്നെയാണ്? അള്ളാഹുവാണ്. ചപ്പാത്തി എടുത്തവർക്ക് അതിന്റെ ശക്തി കൊടുത്തതും അള്ളയാണ്. അള്ള വിചാരിക്കാതെ പൊറാട്ട എടുക്കാൻ കഴിയൂലല്ലോ. അള്ള ശക്തി കൊടുക്കണം. അവൻ കുഴഞ്ഞു പോയാലോ? ഈ നടക്കാനും പോകാനും അവിടെ എത്താനും ഒക്കെ അള്ളാഹു ശക്തി കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? അധികാരിക്കണ്ട. ചില ഉള്ളിനുണ്ടാകുന്ന ചില സംശയങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചപ്പാത്തി എടുത്തു, പൊറാട്ട എടുത്തു, ഇതെല്ലാം ആരെന്നെ ഏൽപ്പിച്ച്? അള്ളാഹുവിനെയാണ്. അള്ളാഹു വിചാരിച്ചോണ്ട് എടുത്തത്. ഏത് വേണമെങ്കിലും എടുത്തോട്ടെ അള്ളാഹു വിചാരിച്ചതാ. ഏതെടുക്കാൻ അവന്റെ ഉള്ളിൽ മനസ്സ് വന്നോ അതെല്ലാം അള്ളാഹു തന്നെ. ആ മനസ്സ് കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ്. പക്ഷെ ഈ സെലക്ട് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അധികാരം തന്നു, ഒരു അവകാശം തന്നു. അത് നമുക്ക് വളരെ ബോധ്യമാണ്. ആരും നമ്മളെ പിടിച്ചു വെക്കുന്നില്ല എന്നുള്ളത്. നമ്മളെ ആരും നിയന്ത്രിക്കുന്നില്ല അതിൽ. പക്ഷെ 2 ചെയ്യാനുമുള്ള അതേ സ്ഥാനത്ത് നമുക്ക് രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകുന്നു. അത് സെലക്ട് ചെയ്തിട്ടില്ല. ഇന്ന രോഗ വേണ്ടത്, പനിയും തന്ന്, ജലദോഷവും തന്ന്, തലവേദനയും തന്ന്, ഏതാ വേണ്ടി എടുത്തോന്നാ? അങ്ങനെയാണ് നമുക്ക് തലവേദന പരിഹാരം വെച്ച് അല്ല. ചിലപ്പോ 3 ഒന്നിച്ച് വരും, ചിലപ്പോ ഒന്നും വരില്ല. അത് അള്ളാഹു നമുക്ക് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. രോഗം എന്നുള്ളത് നമ്മൾ വരുത്തല്ല. നമ്മൾ വരുത്തുന്നതാണെങ്കിൽ ആർക്കും രോഗം ഉണ്ടാവില്ല. ആരെങ്കിലും എനിക്ക് രോഗം വരണമെന്ന് വിചാരിക്കും, അതുണ്ടാവില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോ പിന്നെ അതേ സ്ഥാനത്ത് അത് നമുക്ക് ബോധ്യമാണ്. അതേ സ്ഥാനത്ത് എന്റെ മുന്നിൽ 3 തരം ഭക്ഷണം കൊണ്ടുവച്ചാൽ ആ 3 ഭക്ഷണത്തിൽ ഏതും എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അവകാശം അള്ളാഹു നമുക്ക് തന്നു. ചിലതിൽ തന്നു, ചിലതിൽ തന്നില്ല. ഇങ്ങനെയാണ് മനുഷ്യൻ മതങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് അവന്റെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ അള്ളാഹുവിന്റെ കഴിവിലൂടെയാണ്. അള്ളാഹ് കഴിവ് കൊടുത്തിട്ടല്ല നടക്കുന്നത്. അള്ളാഹിന്റെ കഴിവിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിപ്പിക്കുമായിരുന്നു. അതുപോലെ നമ്മളെ രോഗികളാക്കും പോലെ, നമ്മളെ ഇന്ത്യക്കാരാക്കിയതുപോലെ. ജനിക്കുന്നതിന് മുമ്പ് ഒരു ഓപ്ഷൻ തന്നു. ഏത് രാജ്യത്താണ് ജനിക്കേണ്ടത്? നിങ്ങളത് തെരഞ്ഞെടുക്കുക. ഞാൻ ഇന്ത്യ തെരഞ്ഞെടുക്കാം. അമേരിക്ക, ഇംഗ്ലീഷ് പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ജനിക്കുന്നതിന് മുമ്പ് ആണോ പെണ്ണോ ആവേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ പ്രശ്നമാവില്ല. ആലോചിച്ച് പറയാൻ പറ്റും, എപ്പം പറയാം അല്ലേ? അള്ളാഹു അത് നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല. ആണ് പെണ്ണെന്നില്ല അള്ള തീരുമാനിച്ച് വെച്ചതാണ്. ആണ് വിചാരിക്കും പെണ്ണായ മതിയാണ്, പെണ്ണ് വിചാരിക്കും ആണായ മതിയാണ്. ഇങ്ങനെയുള്ള ഈ കഷ്ടപ്പാടും ഗർഭവും ഈ വെയിലെല്ലാകുമ്പോ ഈ വെയിലെല്ലാം കൊണ്ടുപോകുമ്പോ വിചാരിക്കും പെണ്ണായ മതിയാണ്. എന്നാ വീട്ടിൽ ഇരുന്നിട്ട് കൊണ്ടത്തെ ഉണ്ടാക്കിയാൽ മതിയാണ്. അല്ലെങ്കിൽ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്കുള്ള സാധാരണ രീതി. സ്ത്രീകളെങ്ങനെ കൊണ്ടെത്തരുന്ന് ഉണ്ടാക്കേണ്ട ആൾക്കാർ എന്നൊന്നുമില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് പ്രത്യേകമായിട്ട് ഒരു ഉത്തരവാദിത്വം കൊടുക്കാത്തതാണ്. പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവും ഭൗതികമായ കാര്യങ്ങൾ, മറ്റുള്ളവരെ നോക്കുക, പരിപാലിക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ
ഇസ്ലാം സ്ത്രീകളുടെ മേലിൽ കൊടുത്തിട്ടില്ല, പുരുഷനല്ല കൊടുത്തത്. പുരുഷന് ഭാര്യയെ അവൻ സംരക്ഷിക്കണം, മക്കളെ അവൻ സംരക്ഷിക്കണം, അവർക്ക് വീട് കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം പുരുഷന്റെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാം അവർക്കാണ് ഉത്തരവാദിത്വം കൊടുത്തത്. സ്ത്രീക്ക് പുരുഷൻ അവൾക്ക് ആവശ്യമുള്ളത് കൊടുത്തുകൊള്ളണം. അങ്ങനെയാണ് സ്ത്രീക്ക് വല്ലാതെ കൂടുതൽ കാരുണ്യം. കാരണം അത് സൃഷ്ടിപരമായി അങ്ങനെയാണ് അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. രാത്രി 1 മണിക്ക് ഒരു പുറത്തുനിന്ന് ശബ്ദം ഉണ്ടായാലും ആരാ ആദ്യം ഇറങ്ങുക? നോക്കുക, വാതിൽ തുറന്നു നോക്കാരാ? നിങ്ങളാരോ വീട്ടില് ഓളന്നല്ലേ? എവിടെയോ ഉണ്ടാകുന്ന ചോദിച്ചത് പൊതുവെ ചോദിക്കാം. പൊതുവെ അറിയുക അത് ആരുണ്ടാക്കിയൊന്നല്ല, ലോകത്തെ അങ്ങനെയാണ്. ഇതാരാണ് ചെയ്തത്? അത് നിങ്ങൾ നോക്ക്, ഒരു രാത്രി 10 മണിക്ക് ശേഷം അങ്ങാടിയിൽ കൂടുതൽ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും പിന്നെ കൂടുതൽ ആരുണ്ടാകുക? കൂടുതൽ പുരുഷന്മാരുണ്ടാകുക. അപ്പൊ എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്കാണ് കുറച്ചുകൂടെ ഫിസിക്കലി മറ്റുമൊക്കെ കൂടുതൽ ഒരു പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും എന്തല്ല, അതൊക്കെ പ്രകൃതിപരമാണ്. അത് പറഞ്ഞിട്ട് പ്രകൃതിപരമാണ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഏത് തന്നെ അയാൾ പ്രകൃതിപരമാണ്. ആ പ്രകൃതിപരമായ കാര്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് പ്രകൃതിപരമായിട്ട് അങ്ങനെയാണുള്ളത്. ധൈര്യത്തിന്റെ വിഷയത്തിൽ ലോകത്ത് എത്ര സൈന്യങ്ങളുണ്ട്? ലോകമുണ്ടായ അന്ന് മുതലേ പിന്നെ രാജ്യങ്ങൾ രൂപപ്പെട്ട അന്ന് മുതലേ സൈന്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ അതിർത്തി കയറ്റുന്ന സൈന്യങ്ങളിൽ ആരാണെന്ന്? പുരുഷന്മാരാണ്. ഇതാരും സംവിധാനിച്ചൊന്നല്ല, ഒരു മതം ഉണ്ടാക്കുന്നല്ല. അത് ലോകത്തിന്റെ മനുഷ്യന്റെ പ്രകൃതിപരമായിട്ടുള്ള രീതിയാണ്. അത് മനുഷ്യരല്ലാത്ത ജീവികൾ നിങ്ങൾ നോക്ക്. മനുഷ്യരല്ലാത്ത ജീവികൾ, കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യം ഒരേ മാതിരിയല്ല ഇങ്ങനെയുള്ളത്. കുറച്ചിങ്ങ് വലുതാകുമ്പോഴേക്ക് പൂവല്ലെങ്കിൽ ഒരു ആണ് വേറെ പെണ്ണ് വേറെ ആകുമ്പോഴേക്ക് പിന്നെ ആണാണ് മേൽക്കോഴി ഉണ്ടാകുക. ഈ പെടക്കോഴിക്കുട്ടിയെ ആണ് എന്ത് ചെയ്യും? ആൺകോഴി കൊത്തും, തിരിച്ചു കൊത്താൻ കഴിയില്ല. അത് ഇവിടെ ആരുണ്ടാക്കിയതാ? മതം ഉണ്ടാക്കിയതാ. ചില ആൾക്കാർ പറഞ്ഞു അതല്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ച സംഗതിയാണ് എന്ന്. അങ്ങനെയല്ല, അങ്ങനെയാണ് കോഴി കിട്ടാറെങ്കിൽ പോയിട്ട് കോഴിക്കോട്ട് പോയിട്ട് ആരും മതം പറഞ്ഞിട്ടുണ്ട്. പക്ഷികളെ നിങ്ങൾ നോക്ക്, ജീവികളെ നിങ്ങൾ നോക്ക്. ആ ജീവികളുടെ ഏകദേശവും ഈ പിന്നെ പുരുഷ വിഭാഗം, ആൺ വിഭാഗത്തിന് എപ്പോഴും ഒരു കൂടുതൽ അവർക്ക് ഒരു നമുക്ക് കാണാം. ഏകദേശം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. എല്ലാവരെയും നിർബന്ധിപ്പിച്ച് നമ്മൾ ഒരു നാട്ടിൽ ജനിച്ചതുപോലെ, നമ്മളെല്ലാം ഇന്ത്യക്കാരായതുപോലെ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പുരുഷന്മാരായതുപോലെ, ഒരു വിഭാഗം ആളുകൾ സ്ത്രീകളായതുപോലെ, അങ്ങനെ നമ്മളെ നീളം നമ്മളല്ല തീരുമാനിച്ചത്. ഇത്ര നീളം വേണം, ഇത്ര തടി വേണം, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചല്ല. അങ്ങനെ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള അവന്റെ തന്നെ എന്താണ് തീരുമാനങ്ങൾ. അങ്ങനെ തീരുമാനത്തിന്റെ പേരിൽ വിശ്വാസികളാകുന്നുവെങ്കിൽ അള്ളാഹു എല്ലാവരെയും വിശ്വാസികളാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ അള്ളാഹു വിചാരിച്ചിട്ടില്ല. പിന്നെയോ ആ ഓരോരുത്തരും യഥേഷ്ടം തിരഞ്ഞെടുക്കട്ടെ അവരുടെ വിശ്വാസത്തെ. അവർക്ക് എന്താകണമെന്ന് അവര് തിരഞ്ഞെടുക്കട്ടെ. നിങ്ങൾ നബിയെ അങ്ങ് ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? അവരെല്ലാം വിശ്വാസികളാകാൻ വേണ്ടി ജനങ്ങളെ അങ്ങ് നിർബന്ധിക്കുകയാണോ? അത് പറ്റില്ല. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഫലത്തോടുകൂടെ പല പ്രയോഗം നടത്തിയിട്ട് വിശ്വാസികളാക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിന് അങ്ങനെ ഇല്ല, അങ്ങനെ അങ്ങനെ ആക്കാനും കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ അവൻ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുകയുള്ളൂ. അതുകൊണ്ട് അതേ സ്ഥാനത്ത് ഒരാൾ മുസ്ലിമായാൽ, മുഅ്മിനായാൽ, വിശ്വാസിയായാൽ, സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അവിശ്വസിച്ചവർക്ക് അവൻ ഉദ്ദേശിച്ചാൽ അവരുടെ ശിക്ഷ, അവർക്ക് ശിക്ഷ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിക്ഷ വേണോ അല്ല അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷ വേണോ എന്നത് ഓരോ മനുഷ്യരുമാണ് തീരുമാനിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, അങ്ങേക്ക് ഉഹദിന്റെ ദിവസത്തിൽ ഉണ്ടായ പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഉഹദിന്റെ അന്ന് വലിയ പ്രയാസം ഉണ്ടായി. നിമിതങ്ങളുടെ മുൻപല്ല് പൊട്ടി, ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി, ഇങ്ങനെ പല വലിയ വിഷമങ്ങൾ ഉണ്ടായി. റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ഉണ്ടായത് മാത്രമല്ല, ആ റസൂലുള്ളാഹിന്റെ അനുയായികൾക്കും മറ്റൊക്കെ വലിയ വിഷമങ്ങൾ ഉണ്ടായി. അപ്പൊ അന്നത്തെക്കാൾ വലിയ വിഷമങ്ങൾക്ക് വേറെ ഉണ്ടാവില്ലല്ലോ നബിയെ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ, ഞാൻ എന്റെ എതിരാളികളായ മുശ്രിക്കീങ്ങളിൽ നിന്ന്, എന്റെ എതിർപക്ഷത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും കടുപ്പുള്ളത് അഖബ ദിവസത്തിലുള്ള പ്രയത്നങ്ങളാണ്. അഖബ ദിവസം, യൗമുൽ അഖബ, ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് ജിബ്രീൽ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ സമിഅ ഖൗല ഖൗമിക ലക, അങ്ങയുടെ ജനത അങ്ങയോട് പറയുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. വമാ റദ്ദു അലൈക, അവര് അങ്ങയോട് പ്രതികരിക്കുന്നതുമെല്ലാം അല്ലാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാൽ, പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കിനെ നബിയെ അങ്ങയിലേക്ക് അയച്ചിട്ടുണ്ട്. ജിബ്രീൽ എന്ന് പറയാം. എന്തിനു വേണ്ടി? ലിതഅ്മുറഹു ബിമാ ശിഅത ഫീഹിം, അവരെ കുറിച്ച് എന്ത് ചെയ്യണമോ അത് ആ മലക്കിനോട് പറഞ്ഞാൽ മതി, അതവിടെ നടപ്പിലാക്കുക. പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകൾ അങ്ങയിലേക്ക് ഇതാ വന്നിരിക്കുന്നു, അങ്ങ് പറഞ്ഞാൽ മതി. ആ മലയെടുത്ത് ആ സമൂഹത്തിന്റെ മുകളിൽ കൊണ്ടിടണമെങ്കിൽ അതും ഇപ്പോൾ നടക്കും, അങ്ങ് പറഞ്ഞാൽ മതി. ബീബിയോട് പറയാ, അന്ന് അഖബ ദിവസത്തിന്റെ അന്ന് എന്നെ മലക്കുൽ ജിബാൽ വിളിച്ചു, പർവ്വതത്തിന്റെ മലക്കെന്നെ വിളിച്ചു. വസല്ലമ അലൈഹി, എന്നോട് സലാം ചൊല്ലി. സുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, അന മലക്കുൽ ജിബാൽ, ഞാൻ പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കാണ്. അല്ലാഹു തആല അങ്ങനെ ചില നിയന്ത്രണങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കും. പർവ്വതത്തെ നിയന്ത്രിക്കാൻ, അതേപോലെ തന്നെ കടലിനെ നിയന്ത്രിക്കാൻ, ഭൂമിയെ നിയന്ത്രിക്കാൻ, ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ, മഴ വർഷിക്കാൻ, അതേപോലെ തന്നെ സ്വർഗത്തെ കാക്കാൻ, നരകത്തെ കാക്കാൻ, മനുഷ്യന്റെ അമലുകൾ എഴുതി വെക്കാൻ, ഇതൊക്കെ അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് അല്ലാഹു തആല അങ്ങനെയാണ്. റബ്ബിന്റെ മുസബ്ബിബുൽ അസ്ബാബാണ്, കാരണങ്ങളിലൂടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അല്ലാഹു. അപ്പോൾ ജിബാലിന്റെ മലക്ക്, പർവ്വതത്തിന്റെ മലക്ക് എന്ന് പറഞ്ഞു, എന്നെ അയച്ചത് ലിതഅ്മുറനി ബിഅംരിക, അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് കൽപ്പിക്കാനാണ്. ഫമാശീത, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അങ്ങയുടെ അപവാസം, അങ്ങയെ കഷ്ടപ്പെടുത്തിയ ഈ ശത്രുക്കൾ മറ്റു ഭാഗത്തുണ്ട്. നബിയെ, നിങ്ങൾ പറഞ്ഞാൽ മതി, എന്തും ഞാൻ ചെയ്തോളാം. ഈ മല അങ്ങനെ തന്നെ കൊണ്ടുപോയി, സാധാരണ മല കൊണ്ടുപോയിട്ട് തന്നെ ഒരാളെ നശിപ്പിച്ചാൽ അവരെ പിന്നെ മറമാടുന്ന പണി നമുക്കുണ്ടാവുമല്ലോ, അതും ഇല്ലാത്ത പണിയാ പറയുന്നത്. മനസ്സിലായി? യുദ്ധത്തിൽ ഒരാളെ ശത്രുവിനെ കൊന്നു കഴിഞ്ഞാൽ വേറെ മറമാടൊന്നുമില്ല. ഇത് മറമാട് മല തന്നെ കൊണ്ടുപോയിട്ട് അവന് രണ്ടും ഒന്നിച്ചു കഴിയുള്ളൂ. അപ്പൊ മലക്കിൽ ജിബാൽ വന്ന് ചോദിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് പറയുക. അങ്ങ് പറയുകയാണെങ്കിൽ ഇതാ ഈ രണ്ട് മലകളില്ല, ഈ രണ്ട് മലയും ഞാൻ അവരെ കൊണ്ട് അട്ടിയാക്കിയിടാം. ആദ്യം കൊണ്ടിട്ട് പിന്നെ അതിന്റെ മേലെ പിന്നെയും അടുത്ത മല കൊണ്ടിടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു, വേണ്ട വേണ്ട, ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അർജു അയ്യുഖ്രിജല്ലാഹു മിൻ നസ്ലാബിഹിം, അവരുടെ മുതുകിൽ നിന്ന്, അവരുടെ പരമ്പരയിൽ നിന്ന് അല്ലാഹു തആല മൻ യഅബ്ദുല്ലാഹ വഹദ, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോലെ മരിപ്പിച്ച കൊന്നുകളഞ്ഞാൽ ഉണ്ടാവില്ല. അവരേതായാലും വലിയ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. പക്ഷേ അവരുടെ സന്താനങ്ങളിലെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്ന സത്യമായ പാതയെ പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരെ കൊന്നുകളയേണ്ട, അങ്ങനെ അവരോട് ഒരു സമീപനം വേണ്ട. ഇമാം മുസ്ലിം സഹീഹ് 1795 ഹദീസും ഹദീസായിട്ടും ഇമാം ബുഖാരി 3231 ഹദീസുമായി ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ നോക്ക്, ഈ നബിയെ നമുക്ക് ഒരു കാര്യം ഞാൻ കാണിക്കാം. ഈ നബിയെ എങ്ങനെയാണ് നമുക്ക്
ഒരിക്കലുമില്ല. ഇത് നമ്മളോടൊന്ന് ചോദ്യം. ഇങ്ങനൊരു ചെറിയ സംഭവം ഉണ്ടായി. ഇതൊന്നും കണ്ട എത്ര വിഷയമുണ്ടാണ്. ഒരു ചെറിയ വിഷയമാണ്. വീട്ടിലെ ഒരു പതിപ്പുണ്ട് നമ്മളെ പെണ്ണുമ്പി കഴിച്ചാണ്. എന്നിട്ട് നമ്മളോട് സ്വകാര്യം എന്ന് പറയാം. എന്താ ചെയ്യേണ്ടത് പറയും. ഈ കാര്യങ്ങളുടെ എല്ലാവരും റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കണ്ട കാലത്ത് നബിയെ കുറിച്ച് തെറ്റിദ്ധാരണ നബി ആരാണെന്ന് പറയാൻ മുസ്ലിങ്ങൾ ഒരു മാസം മൊത്തം ഒരു മാസമാണ് നബിയെ പരിചയപ്പെടുകയാണ്. ഈ കണ്ടകാലത്ത് നബിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നബി കാരണം അതേപോലെ തന്നെ നന്ദികേട് കാണിക്കുന്ന ആളുകൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ നബി ല്ലേ കൊണ്ടത്. പക്ഷേ യമാമയുടെ നേതാവായ കെട്ടാഴ്ച വിട്ടപ്പോ പറയാ, അതിന്റെ മുമ്പ് സുമാമ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ലോകത്ത് ഏറ്റവും വികൃതമായ മുഖമായിരുന്നു നബി അങ്ങയുടെ മുഖം. എത്ര മുഖം സുമാമ പറയാ. ഇന്നെനിക്ക് ഏറ്റവും ലോകത്ത് കണ്ടാൽ മതി വരാത്ത മുഖം അങ്ങയുടെ മുഖമാണ് സുമാമ പറയാ. അങ്ങയുടെ മദീന ലോകത്തെ ഏറ്റവും വെറുത്ത നാടായിരുന്നു നബിയെ. ഇന്നെനിക്ക് ഏറ്റവും ലോകത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള നാടാണ് മദീന എന്ന് സുമാമ കുറെ കമന്റൊക്കെ ഉണ്ടായി. ആ സുമാമ തങ്ങൾ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാരണം ഒരു ബന്ദിയോട് കാരുണ്യം കാണിച്ചു.
ബന്ദിയോട് എത്ര എത്ര മാന്യമായാണ് നിബിധങ്ങള് ആ സുമാമയെ ബന്ദിയാണെങ്കിലും വേണ്ട എല്ലാ സൗകര്യങ്ങളും സുമാമക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ അവരുടെ സംസാരങ്ങളും സഹാബത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി മദീനത്തിൽ അവരുടെ കാര്യങ്ങൾ കണ്ടപ്പോ ഞാൻ നബിയെ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചതാണല്ലോ അല്ലാഹ്, അങ്ങനെയാണ് നബിയെ വിശ്വസിക്കുന്നത്. സുമാമയെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകില്ല, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. സുമാമ ഷഹാദത്ത് കലിമ ചൊല്ലി അങ്ങനെ മക്കയിലേക്കാണ് നേരെ പോകുന്നത്. മഹാനായ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസിയായാണ് മക്കൾക്ക് വന്നതെന്ന് കേട്ടപ്പോൾ ഖുറൈശികൾ സുമാമയെ പിടിച്ച് കൊല്ലാൻ തയ്യാറായി. കൊല്ലാൻ പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പറഞ്ഞു, നിങ്ങൾ സുമാമയെ കൊല്ലരുത്, നിങ്ങൾ ഇതെന്താണ് കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തകരാറുണ്ട്. മക്കയിലേക്ക് നല്ല നിങ്ങൾ സുമാമയെ കൊണ്ട് വരില്ല, മറ്റൊരു സുമാമനെ കൊണ്ട് അതുകൊണ്ട് കൊല്ലാതെ മണി പോലും മക്കയിലേക്ക് കൊല്ലാതെ കൊല്ലാതെ വരൂല. ഇനി ഒരു നമ്യത്തിന്റെ ഒരു ബോധം പിന്നെ മണി വരൂല അല്ലെങ്കിൽ എന്നോട് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സുമാവ് പോയിട്ട് അവിടെ മക്കയിലേക്ക് ബാക്കി പറഞ്ഞാൽ അപ്പോഴാണ് മക്കാര് വീരറിയുന്നത്. മക്കാരെ കത്തിരിക്കുകയാണ്. അറിയുന്ന ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ സുമാമയുടെ കത്തെഴുതണം, സുമാമയോട് പറയണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറ്റി തടയരുതെന്ന് പറയണോ. ഈ പാട്ട് വിദ്യാർത്ഥി ക്യാമ്പുകളിലുള്ള ഈ മതത്തിന്റെ പ്രവാചകനാണ്
ബാപ്പയും ഒന്നിനും ഒന്നിനും സൗകര്യം ഇല്ലാത്ത ആൾക്കാർ ഒന്നിരുന്നെങ്കിലും ഒരു ദിവസം അങ്ങനെ ഓരോരുത്തരെ പോലെ ചെയ്താൽ മതി, ഓരോരുത്തരെ കഴിവ് പോലെ ചെയ്താൽ മതി. ഒരു കഴിവില്ലാത്തവർ സ്വന്തം എടുത്ത് വെച്ച് ഒരു ബാധ്യത ലോകത്ത് പഠിപ്പിക്കപ്പെടുന്ന ഒരു പിതാവാണ്. നിലനിൽക്കാൻ നാം എതിരായ വാക്കുകൾ കൂടെ ഉണ്ടാകരുത്, ഇതിനെതിരായ ശബ്ദങ്ങൾ കൂടാൻ പാടില്ല. ജീവിതത്തെ ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാം ചെയ്യും. ഇടയിൽ $50 കിട്ടാനുള്ള വീടാണെങ്കിൽ ഞാൻ ഇനിയും സുൽത്താന്റെ മൂല്യത്തിൽ സുൽത്താന്റെ നാട്ടത്തിൽ ഇനിയും എന്തായാലും $50 ആണെങ്കിൽ ഞാൻ ബാക്കി വാക്കില്ല എന്നൊക്കെ അവരെ നമ്മൾ പാർട്ടി നോക്കി ഇന്ന് നമ്മുടെ സമയങ്ങളിൽ വാക്കുകൾ വിശുദ്ധ ഖുർആൻ ചെയ്യണം. എന്നോട് ചെറിയ സമയത്ത് എങ്ങനെയാണ് ഇതുപോലെ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ സ്വഭാവം ഉണ്ടായാലും ഇതുപോലെ എന്നോട് ചേർന്ന പോലെ ചെയ്യണമേ ചെയ്യാൻ വേണ്ടി
അതുപോലെ നഷ്ടപ്പെട്ടു പോയതില്ല പിന്നെ ചെയ്യട്ടെ
إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إلا الله لا إله إلا إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا
മുതലിന് TCS തങ്ങളോട് വിളിച്ചിരുന്നത് ആർക്കും തന്നെ മറന്നു പോകാത്ത ഒരു ആഗ്രഹമാണ് TCS തങ്ങൾ. അങ്ങനെ കിട്ടാറുള്ളത് വളരെയാണ്. കുറ്റ്യാടിയിൽ കൊള്ളം ഒന്നുമില്ലാതെ അവിടെ പുനഃസ്ഥാപിക്കുന്ന ഉസ്താദിന്റെ കൂടെ കുറച്ച് മുമ്പ് എന്നതില്ല ക്രിസ്തീയ തങ്ങളുടെ ആ വഫാത്തിന്റെ ആണ്ടിന്റെ ദിനം ആരോടും മറന്നു പോകണ്ട എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നിശ്ചയിച്ചതായിരിക്കാം. അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി അല്ലാഹു തആല അവരെ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ സ്ഥാനത്തിന്റെ കൂടെ സ്ഥാപിതയുടെ കൂടെ നേതൃത്വത്തിൽ തന്നെയുള്ള മക്കൾ കൂടെയുണ്ട് എന്നുള്ളത് വിഷയങ്ങൾക്ക് അള്ളാഹു വലിയ ആദരം. അവരുടെ സന്താന പരമ്പരകൾ ഖിയാമത്താവുന്ന ആളുകളെ നീ അഹ്ലുസുന്നത്തിന്റെ പാതയിൽ ഉറച്ചു നിർത്തണം. സ്നേഹിക്കുകയും അവിടുത്തെ മതയുടെ വാസം വരുമ്പോൾ മതം പറയുകയും ചെയ്യുന്നവരായിട്ട് ഖിയാമത്ത് ആളുകൾ സന്താന പരമ്പരകൾ നിലനിർത്തി തന്നെ ഫാത്തിഹ. الحمد لله رب العالمين مالك يوم الدين اهدنا الصراط المستقيم صراط الذين انعمت عليهم الضالين امين. بسم الله الرحمن الرحيم. الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. الفلق من شر ما خلق من شر غاسق اذا وقب من شر النفاثات جد حسن إذا حسن. بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അവരുടെ ആണ്ട് നാളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ വിശ്വാസം ചൊല്ലിയതിന്റെ വിശ്വാസം അവരുടെയും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. കാലത്ത് കള്ളാടുന്ന ആളുകൾക്കൊക്കെ അറബിയും ഖുർആനും ഒക്കെ പഠിപ്പിച്ച വലിയപ്പെട്ടവരുണ്ടായിരുന്നു. എന്റെ വലിയ അവരെ പറയുകയും എഴുതി കൊടുത്ത് അങ്ങനെയായിരുന്നു ഉന്നത വിദ്യാഭ്യാസം ഈ മദ്രസ സംവിധാനം വരുന്നതിന് മുമ്പ്. അപ്പൊ അയടക്കണ്ടി എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു ആളുകളൊക്കെ പോയിട്ട് അക്ഷരങ്ങൾ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ നമുക്കൊക്കെ അക്ഷരങ്ങൾ ദീനിൽ പഠിച്ച് നമുക്ക് കടപ്പാടുള്ള ഒരുപാട് ആളുകൾ കബറിൽ കിടക്കുന്നു. അവരൊക്കെ കബറിലേക്ക് നീ ദീനിന്റെ ബിസിനസ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ദീനം സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. في وزيرا اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحابه سيدنا محمد. اللهم تقبل منا ما قرأناه من القرآن الكريم واوصل بلغ نزل صوابي هدية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات نبي الأنبياء والمرسلين والأولياء والمتقين وجميع عبادك الصالحين. اللهم إلى حضرات نبي من دفعنا بعلومهم يا رب العالمين. اللهم إلى حضرات نبي المسلمين نسيبك يا رحمن. صلي ذكر التهليل الصلاة استغفر لقبول سيدنا يا رحمن. അതിന്റെ ഓർമ്മിച്ചത് അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മനസ്സിലുള്ള ആരൊക്കെയുണ്ടോ ഖബറിൽ കിടക്കുന്നു അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാൻ. നീ എത്തിക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ സ്വർഗാവകാശികളിൽ പെടുത്തി തന്നെ റഹ്മാനെ. റഹ്മാനെ ദിനത്തിന്റെ മാസമാണ് ഇവിടെ റബീഉൽ അവ്വലിലാണ് പരിപാടി. എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയാണ്. ഇതിന്റെ പ്രവർത്തകന്മാർ പലരെയും സമീപിക്കുമ്പോൾ അവരെ
എനിക്ക് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും നിന്നിലേക്ക് വെച്ചു സദക്ക ചെയ്യുന്നുണ്ട്. റബ്ബേ, ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. ദോഷങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ചെറുതും വലുതും മറഞ്ഞും മറിയാതെ രഹസ്യമായി ഞങ്ങളുടെ വന്നുപോയെല്ലാം പാപവും നീ കൊടുക്കണേ റഹ്മാൻ. സ്വാലിഹീങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ റഹ്മാൻ. രോഗികളെ രോഗം ശിഫയാക്കണേ റബ്ബേ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ട്യൂമറിന്റെ രോഗം, അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ള ആളുകൾ ഇതെല്ലാം ശിഫയാക്കണേ റഹ്മാൻ. ആളുകൾ അറിയാൻ പാടില്ലാത്ത രഹസ്യ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. എല്ലാം ശിഫ നൽകണേ റഹ്മാനെ. ഈ ശിഫ നൽകണേ അല്ലാഹ്. നിങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാൻ. സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാൻ. പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, റബ്ബേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റഹ്മാനെ. ആൺകുട്ടികളില്ലാത്തവരുണ്ട്, പെൺകുട്ടികളില്ലാത്തവർക്ക് നീ നൽകണേ റഹ്മാനെ. നീ നൽകണേ അല്ലാഹ്. വിവാഹം പ്രായമെത്തിയ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, ഈ റാഹത്താക്കി സന്തോഷ വിവാഹ ജീവിതം നൽകണേ റഹ്മാനെ. ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തവരായിട്ടുണ്ട് റഹ്മാനെ. റബ്ബേ നീ ജീവിതം നൽകണേ റഹ്മാൻ. കല്യാണം എളുപ്പമാക്കണേ റഹ്മാൻ. ഇവരുടെ ചെറുപ്പക്കാരികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ സന്തോഷമാക്കണേ റഹ്മാനെ. റബ്ബേ കല്യാണം വർദ്ധിച്ചു വെച്ചവരെ നിക്കാഹ് ചെയ്തവരുണ്ട്, അവർക്കൊക്കെ നീ നല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾ സാന്നിധ്യങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. കൺകുളിർമയാക്കി തരണേ അല്ലാഹ്. റഹ്മാനുമായ റബ്ബേ അവരുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. നീ ദീനിന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. റബ്ബേ വിദേശത്തുള്ള പലരും ഉണ്ട്, ഒരുപാട് ആളുകൾ മഴ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഉരവേദന, മുട്ടുവേദന, കാലുവേദന, ഒരുപാട് വർഷം മുതൽ ജോലി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, കണ്ണിന്റെ കാഴ്ചക്കുറവ്, പലരും പലതും ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ ശിഫയാക്കണേ റഹ്മാനെ. നീ സന്തോഷം നൽകണേ റഹ്മാനെ. റഹ്മാനുമായ റബ്ബേ ഞങ്ങളെ യാത്രകളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. നീ കടങ്ങളെ വിട്ടു തരണേ അല്ലാഹ്. കടത്തോടെ ധരിപ്പിക്കല്ലേ അല്ലാഹ്. കച്ചവടങ്ങളിലും ജോലികളിലൊക്കെ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിൽ ആവശ്യമായ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ആരോടും കൈവിട്ടാതെ നീ നിർവഹിച്ചു തരണേ റഹ്മാനെ. റഹ്മാനുമായ റബ്ബേ സന്തോഷം നൽകണേ റബ്ബേ. കുടുംബ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. റബ്ബേ ഭാര്യമാർക്ക് സുഖമില്ലാത്തവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ റഹ്മാനെ. മക്കൾക്ക് സുഖമില്ലാത്തവരുണ്ട്, റബ്ബേ ശിഫ നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രതിനിധികളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്, ഗർഭിണികളിൽ സ്കാൻ ചെയ്ത് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, റഹ്മാനെ അതൊക്കെ നീ സഹായത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദുആകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിങ്ങളുടെ ഭക്ഷണം നൽകിയ സൈതസത്തകൾ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുട്ടിയുടെ കബറും സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങൾ അവരുടെ സദഖയുടെ ഹദിയയുടെ പ്രതിഫലം അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും റബ്ബേ ഖബറിലാണ്, ഈ വിശാലത ചെയ്യണേ അല്ലാഹ്. വല്ല അദാബുണ്ടെങ്കിൽ നീക്കണേ റഹ്മാൻ. അവർ ഖബറിൽ നീ അവരെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് കിടക്കേണ്ട ഒരു മണ്ണ് ഞങ്ങളെ കാത്തു കിടക്കുന്നുണ്ട് റബ്ബേ. ആ മണ്ണ് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ മണ്ണ് ഞങ്ങൾക്ക് സ്വർഗീയ ഭവനമാക്കി തരണേ അല്ലാഹ്. സ്വർഗീയ ഭവനമാക്കി തരണേ അല്ലാഹ്. നരകത്തുണ്ടാക്കല്ലേ അല്ലാഹ്. റഹ്മാനായ എന്റെ പങ്കളും സയ്യിദുകൾ തലേ ദിവസം അദ്ദേഹം നടന്നുപോയ ആ മണ്ണിൽ നടന്നു പോകുന്ന ആ വഴിയോട് ചേർന്നാണ് അവരുടെ കബറുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നലെ ഈ സമയത്ത് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിച്ച് നടന്നത് ഇന്ന് കബറിലാണ്.
ഇതുപോലെയാണല്ലോ ഞങ്ങളെ ഈ സ്ഥിതി. റബ്ബേ ആ ഓർമ്മ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഈ തഖ്വ നൽകണേ റബ്ബേ, ഈ തഖ്വ നൽകണേ റഹ്മാനെ. ഒരുപാട് കേസുകളുണ്ട് റബ്ബേ, ആ കേസൊക്കെ നീ എളുപ്പമാക്കണേ റഹ്മാനെ. പറമ്പിന്റെ വകയിൽ, കച്ചവടത്തിന്റെ വകയിൽ, പല വിഷയങ്ങളിലും കേസുകളും മറ്റുള്ളവരുണ്ട് റബ്ബേ. ആ കേസിനെ നീ അനുകൂലമാക്കണേ റഹ്മാനെ. ഈ എളുപ്പത്തിനെല്ലാം സലാമത്താക്കണേ അല്ലാഹ് റഹ്മാനെ. റബ്ബേ എത്ര ദുനിയവിയും ഉഖറവിയുമായ കാര്യങ്ങൾ നീ എല്ലാം സന്തോഷമാക്കി തരണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും തന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാഹ് റഹ്മാനെ. റബ്ബേ കടുത്ത പരീക്ഷണങ്ങൾ നീ നൽകരുതേ അല്ലാഹ് റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ് റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സിൽ 8 വർഷമായി സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട്. ഞങ്ങളിൽ പങ്കെടുത്തവരും പലരും മരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് റബ്ബേ അടുത്ത ദിവസം അന്നത്തെ ആണ്ടാണ് റഹ്മാനെ. റബ്ബേ നീ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ ഭക്ഷണം തന്ന ആളുകൾ ഇതുവരെ തന്നവരും ഇനി തരാനായിട്ടുള്ളവർ അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പ്രത്യേകിച്ച് ദൗലത്തുൽ ഹസനാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. ബുധനാഴ്ച ആളുകളേക്ക് ഉണർത്തുന്ന ആളുകൾ, വിളിക്കുന്ന ആളുകൾ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മോശമായ വിധിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നിങ്ങൾ ഖൈറ് നീ നൽകണേ അല്ലാഹ്. ശർറ് തടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا صلى الله عليه وسلم.